രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും തുടരുകയാണ്. രമേശ് ചെന്നിത്തല വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി. കൂടെയുള്ളവരെ പരിഗണിക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് ഒരിഞ്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല നൽകുന്ന സൂചന. അൻവർ സാദത്ത് മന്ത്രിസഭയിൽ വേണമെന്ന തീരുമാനത്തിൽ മാറ്റമില്ല. വൈകുന്നേരത്തോടെ തീരുമാനമാക്കാം എന്ന് ചെന്നിത്തലയ്ക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് നേതൃത്വം. ഷീജ ചേരുന്നു. ഷീജ, കടുംപിടുത്തത്തിലാണ് രമേശ് ചെന്നിത്തല. തനിക്ക് മാത്രമല്ല തൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണം. ഇപ്പോൾ വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. വിശദാംശം. തീർച്ചയായും ഷമ്മി, ഏതായാലും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ വഴുതക്കാട് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ നടക്കുന്നത്. കാരണം രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെങ്കിൽ ഏത് വകുപ്പ് സ്വീകരിക്കാനാണ് രമേശ് ചെന്നിത്തല തയ്യാറാകുക? രമേശ് ചെന്നിത്തലയുടെ മറ്റൊരാവശ്യമായ രമേശ് ചെന്നിത്തലയുടെ ഒപ്പമുള്ളവർക്ക് മന്ത്രിസഭയിലുള്ള പരിഗണന അത് ഉണ്ടാകുമോ? എല്ലാത്തിനുമുള്ള ഒരു ഉത്തരം ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമാകുന്ന ഒന്നെന്ന് പറയുന്നത്. കാരണം രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അത് ഹൈക്കമാൻഡിനോടും വ്യക്തമാക്കിയിരുന്നു, കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളോടും വ്യക്തമാക്കിയിരുന്നു. അത് കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം പറയുന്നത് ആഭ്യന്തര വകുപ്പ് വേണം എന്നുള്ളതാണ് ഒരാവശ്യം. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് വേണം എന്ന് പറയുമ്പോൾ തന്നെ അത് താൻ അർഹതപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് താൻ ചോദിക്കുന്നത്, അല്ലാതെ ഒരു സമ്മർദ്ദം ചെലുത്തുന്ന നടപടിയല്ല തന്റേത് എന്നുള്ള കാര്യവും രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് IC ബാലകൃഷ്ണനെയും അൻവർ സാദത്തിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് മറ്റൊരാവശ്യം. പ്രധാനമായും ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിട്ടുള്ള മറ്റൊരാവശ്യം ചെന്നിത്തലയുടേതെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക കൂടിക്കാഴ്ചകൾ, ചർച്ചകളൊക്കെ തന്നെയാണ് രാവിലെ മുതൽ ഇവിടെ തലസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ചെന്നിത്തലയുടെ വീട് കേന്ദ്രീകരിച്ചും തലസ്ഥാനത്തുള്ള തന്നെ KC വേണുഗോപാലിന്റെ വീട് കേന്ദ്രീകരിച്ചും കന്റോൺമെന്റ് ഹൗസിലും ഒക്കെയായി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറെയായും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം ഹൈക്കമാൻഡ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് എത്രയും വേഗത്തിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം അത് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനടക്കം നൽകിയിരുന്നു. ചെന്നിത്തലയുടെ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ എത്രയും വേഗം എത്തിക്കണം. ഇന്ന് തന്നെ കാര്യങ്ങൾ അത് കൃത്യമായ രീതിയിൽ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു ഉറപ്പാണ് നിലവിൽ ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയുമായി മുതിർന്ന നേതാക്കളടക്കം നിരന്തരം ആശയവിനിമയം ടെലിഫോണിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത്തരത്തിലൊരു ഘട്ടത്തിലാണ് തീർത്തും അപ്രതീക്ഷിതമായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് ഈ വഴുതക്കാടുള്ള വസതിയിലെത്തിയത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ എത്തിയെങ്കിലും ആ കൂടിക്കാഴ്ചയിൽ ഒരു തരത്തിലുള്ള മഞ്ഞുരുകലും ഉണ്ടായില്ല, ഒരു തരത്തിലുള്ള സമവായ ശ്രമവും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പ്രത്യേകിച്ചും ഹൈക്കമാൻഡിന്റെ അടക്കം സമ്മർദ്ദം വി.ഡി. സതീശന് മുകളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാൻ വി.ഡി. സതീശൻ തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാന വിഷയം ഉയർന്നു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ഫോർമുലയായിരിക്കും വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുക, അത് അംഗീകരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറാകുമോ? അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു തന്നെ നിന്ന് മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവായ നീക്കങ്ങൾക്ക് വഴങ്ങുമോ എന്നുള്ളത് കൂടിയാണ് അറിയേണ്ടത്. ഏതായാലും ആ ചർച്ച ഇപ്പോൾ ആരംഭിച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് കഴിയുന്നു. ആ കൂടിക്കാഴ്ച നിർണായക 15 മിനിറ്റിൽ ഏകദേശം 20 മിനിറ്റോളം ആയിരിക്കുന്നു ഒരു കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട്. നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്നെയായിരിക്കും ഈ മന്ത്രിസഭയിലേക്ക് രമേശ് ചെന്നിത്തല ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുക. ഷീജ, KC വേണുഗോപാലുമായി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയോ അതോ കൂടിക്കാഴ്ച ഇനി ആണ് നടക്കാൻ പോകുന്നത്? അത് സംബന്ധിച്ച് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതായാലും KC വേണുഗോപാലുമായി ഇതുവരെയായി നേരിട്ടൊരു കൂടിക്കാഴ്ച ഇതുവരെയായി രമേശ് ചെന്നിത്തല നടത്തിയിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടിയാണ് KC വേണുഗോപാൽ ഇവിടെ തലസ്ഥാനത്ത് എത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ രമേശ് ചെന്നിത്തല പക്ഷത്തുള്ളവർ KC വേണുഗോപാലിനെ അദ്ദേഹത്തിന്റെ നാലാഞ്ചിറയുള്ള വസതിയിലെത്തി അദ്ദേഹവുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. KC അനുകൂലികൾ ഇവിടെ രമേശ് ചെന്നിത്തലയുടെ വസതിയിലും എത്തി അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് പാരലലായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും AICC കൃത്യമായി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് ഇന്ന് തന്നെ പരിഹാരം കാണും എന്നുള്ളൊരു ഉറപ്പാണ് നിലവിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ സ്വാഭാവികമായും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്.